ഹായ് ഗൈസ്. അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കമ്പ്യൂട്ടറിലുള്ള ഫോൾ ഗൈസ് അതെങ്ങനെ മൊബൈലിൽ കളിക്കാമെന്നുള്ള വീഡിയോ ആണ്. അതായത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കമ്പ്യൂട്ടറിൽ ഞാനിപ്പം ഓൾറെഡി കളിക്കലുണ്ട്, അതായത് രാത്രി 10 മണി തൊട്ട് 12 മണി വരെ. അപ്പം ഈ ഗെയിം മൊബൈലിലുള്ളവർക്കും കളിക്കാൻ പറ്റും. മൊബൈലിൽ ഞാൻ കളിച്ച് നോക്കി, കമ്പ്യൂട്ടറിൽ കളിക്കുന്നതിനെക്കാട്ടിയും കുറച്ചും കൂടി എളുപ്പമാണ് ഇത് മൊബൈലിൽ കളിക്കാൻ. മൊബൈലിൽ കളിച്ചിട്ട് ഞാൻ കമ്പ്യൂട്ടറിൽ എത്താത്ത അതിൻ്റെ അങ്ങോട്ട് എല്ലാം കയറിയിട്ട് എത്തിയിട്ടുണ്ട്. അപ്പം കുറച്ചും കൂടി എളുപ്പമാണ്. അപ്പം നിങ്ങൾക്ക് രാത്രി വന്നു കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ ചിലപ്പോൾ കളിക്കാൻ പറ്റും, ഫ്രണ്ട്സ് ഇല്ലെങ്കിൽ കളിക്കാം. അതായത് രാത്രി വെക്ടർ നിയോ ഗെയിമിംഗ് എന്ന് പറഞ്ഞിട്ടൊരു ചാനലുണ്ട്, അതിൽ ഞാൻ ലൈവ് പോലെ ഉണ്ട് രാത്രി. അപ്പം അത് മൊബൈലിൽ കമ്പ്യൂട്ടറിൽ മാത്രമല്ല മൊബൈലിൽ കളിക്കുക. ഇപ്പം ഞാൻ മൊബൈലിലെ ക്യാരക്ടർ ഞാൻ അതിൽ കാണിച്ചു തരാം. ഞാൻ കമ്പ്യൂട്ടർ സ്ക്രീനിൻ്റെ കുറച്ച് ഭാഗങ്ങൾ എടുത്ത് കാണിച്ചു തരാം. ഇതാണ് കമ്പ്യൂട്ടർ സ്ക്രീൻ. അതായത് ഈ മുമ്പിൽ നിൽക്കുന്നത് ഞാൻ VRYYT എന്ന് പേര് കാണും. അപ്പുറം കണ്ടോ, അതെൻ്റെ മൊബൈലാണ്. വെക്ടർ VR എന്ന് എഴുതിയിട്ടുണ്ട്. കാരണം ഈ പേര് എനിക്ക് രണ്ടാമത് ഇടാൻ പറ്റിയിട്ട, അതുകൊണ്ട് ആ മൊബൈലിൻ്റെ ചിത്രവും കണ്ട, അതാണ് ഞാൻ മൊബൈലിൽ ഓൺ ആക്കിയിട്ടില്ലേ. അപ്പോൾ മൊബൈലിലെ സ്ക്രീനൊന്ന് ഞാൻ എന്തായാലും കാണിച്ചു തരാം. അപ്പം ഇതാണ് ഞാൻ കളിക്കുന്നത് അക്കൗണ്ട്. അപ്പം നിങ്ങൾക്ക് ഇത് കണക്ക് ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൽ ഒരാൾക്ക് ഒരു ടീമിൽ 4 ആൾക്ക് ആക്കാം, പിന്നെ ഗ്രൂപ്പായിട്ട് കളിക്കാൻ പറ്റും. അതെല്ലാം വേറെ കാര്യമാണ്. അപ്പോൾ ഇത് കമ്പ്യൂട്ടറിലും മൊബൈലിലും ഒരേപോലെ കളിക്കാം. ഞാൻ മൊബൈൽ സ്ക്രീൻ കാണിച്ചു തരാം. അപ്പോൾ ഇതെങ്ങനെ ഇൻസ്റ്റാൾ ആക്കുന്നതിനുള്ള വീഡിയോ ഞാൻ കാണിച്ചു തരാം. ഇതാണ് മൊബൈലിലത്തെ ഗെയിം. കുറച്ച് വലിയ സ്ക്രീൻ ആക്കിയതുകൊണ്ട് ക്ലിയർ ഉണ്ടാവില്ല. അപ്പോൾ നമുക്കിതെങ്ങനെ ഇൻസ്റ്റാൾ ആക്കുന്നത് നോക്കാം. അപ്പം നിങ്ങൾ നേരെ ടെലിഗ്രാം എടുക്കാം. ടെലിഗ്രാം കയറുന്ന സമയത്ത് എൻ്റെ ചാനലുണ്ടാവും, വെക്ടർ നിയോ, അല്ലെങ്കിൽ നിങ്ങൾ അതിൽ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ടാവും, അത് ക്ലിക്ക് ചെയ്ത് ഇതിലേക്ക് എത്തും. ഇതിൽ താഴെ എപ്പിക് ഗെയിംസ് സ്റ്റോർ എന്ന് വേണ്ട, അത് ഇൻസ്റ്റാൾ ആക്കാം. ഡൗൺലോഡ് ആക്കിയിട്ട് ഞാൻ ഓൾറെഡി ഇൻസ്റ്റാൾ ആക്കിയിട്ടുണ്ട്, അതുകൊണ്ടാണ് ഇൻസ്റ്റാൾ ആക്കി കാണിക്കാത്തത്. അത് ഞാൻ ഇപ്പോൾ ഇതിൽ കാണിച്ചു തരാം. ഇവിടെ അതിൻ്റെ മുകളിൽ കാണുന്ന എപ്പിക് ഗെയിംസ്, ഇത് ഇൻസ്റ്റാൾ ആക്കുക. ഇൻസ്റ്റാൾ ആക്കുമ്പോൾ ഇതേപോലെ വരും. എന്നിട്ട് ഓപ്പൺ ആക്കുക, അല്ലെങ്കിൽ ഡയറക്റ്റ് അതിൽ നിന്ന് ഓപ്പൺ ആക്കുക. എങ്ങനെ ആയാലും ഇതിലേക്ക് എത്തിക്കഴിഞ്ഞാൽ മതി. അപ്പം ഇത് കുറച്ച് ചില ടൈം എടുക്കും. ഇതിലിപ്പം നമുക്ക് കുറേ കമ്പ്യൂട്ടർ ഗെയിംസ് ഉണ്ട്, അപ്പോൾ നമുക്ക് ഇൻസ്റ്റാൾ ആക്കാം. പക്ഷേ നമുക്കിപ്പോൾ വേണ്ടത് ഫോൾ ഗൈസ്. അപ്പോൾ ഫോൾ ഗൈസ് ഓപ്പൺ ആക്കുക, എന്നിട്ട് ഇൻസ്റ്റാൾ കൊടുക്കുക. അല്ലെങ്കിൽ നമുക്ക് പുറത്തുനിന്ന് തന്നെ ഇൻസ്റ്റാൾ എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡയറക്റ്റ് ഇൻസ്റ്റാൾ ആവും. ഇങ്ങനെ ഉള്ളിൽ കയറിയിട്ട് ചെയ്യണമെന്നില്ല. ഞാൻ വെറുതെ ഇത് കാണിച്ചു. ഇപ്പോൾ താഴെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ഫോട്ടോസ് എല്ലാം കാണാൻ പറ്റും. നെറ്റ് ലോഡായിട്ട് നെറ്റ് സ്ലോ ആയി, അതാണ് ഇങ്ങനെ കാണിക്കുന്നത്. അപ്പം ആ ഫോട്ടോസ് എല്ലാം വന്നു. അപ്പം അത്രയും മൊബൈലിൽ അത്രേ കാണിക്കുന്നില്ല. ഇത് എനിക്ക് നോർമൽ ഇൻസ്റ്റാൾ ആക്കാൻ നമുക്ക് ഇൻസ്റ്റാൾ ആക്കാൻ പറയും. അപ്പം അതെല്ലാം കൊടുത്തിട്ട് നേരെ നോർമൽ ഇൻസ്റ്റാളേഷൻ അത് ചെയ്യാം. അതിന് ശേഷം നമുക്ക് ഇടുന്ന ഡയറക്റ്റ് ഒന്ന് ഓപ്പൺ ആക്കാം. അല്ലെങ്കിൽ ഡൺ കൊടുക്കുന്നവർക്ക് ഡൺ കൊടുത്തിട്ട് പുറത്ത് പോയിട്ട് ഓപ്പൺ ആക്കാം, അല്ലെങ്കിൽ ഡയറക്റ്റ് ഓപ്പൺ ആക്കുന്നവർക്ക് അങ്ങനെ ചെയ്യാം. അപ്പോൾ ഇതിങ്ങനെ ഒന്ന് ലോഡാവും. ഡൗൺലോഡ് ഒരു 2 GB ഡൗൺലോഡ് ആവാനുണ്ട്. അപ്പോൾ അത് ഓക്കെ കൊടുക്കുക. അതാണ് ഞാൻ പറഞ്ഞത്, വീഡിയോ കണ്ടിട്ട് ഇൻസ്റ്റാൾ ആക്കാൻ കയറാണ്. അതാകുമ്പോൾ 2 GB ഡൗൺലോഡ് ആക്കാൻ അന്നേരം ഇല്ലാത്തവർക്ക് പിന്നെ ഇനി കളിക്കേണ്ട ആവശ്യമില്ലല്ലോ. കുറച്ച് കഴിഞ്ഞിട്ട് പിന്നെ വൈഫൈയോ ഇടുന്ന പറയുന്ന നെറ്റ് കിട്ടുമ്പം ഡൗൺലോഡ് ആക്കിയാൽ പോരെ. അപ്പം ഇങ്ങനെ വരും, അത് ഡൗൺലോഡ് ആക്കാം. അപ്പോൾ ഇത് ലോഡായിട്ടുണ്ട്. ഇതിന് ശേഷം നോർമലി ഗെയിം ഓപ്പൺ ആയിട്ട് വരും. പക്ഷേ നിങ്ങൾക്ക് ഡയറക്റ്റ് കളിക്കാൻ പറ്റില്ല, അത് വേറൊരു സംഭവമുണ്ട്. അപ്പോൾ ഇതിൽ നമ്മൾ ലോഗിൻ ചെയ്യണം. ഇതെല്ലാം ഓക്കെ കൊടുത്ത് വിടുക. പോളിസി ഇട്ട് ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ നേരെ ക്രോമിലേക്ക് പോകും. ക്രോമിലേക്ക് പോകുന്ന സമയത്ത് നമുക്കവിടെ പേര്, ഡേറ്റ് ഓഫ് ബർത്ത്, പിന്നെ നിങ്ങളെ ഇമെയിൽ ID കൊടുത്തിട്ട് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഡയറക്റ്റ് രജിസ്റ്റർ ആവും. വലിയ പണിയൊന്നുമില്ല. ഞാൻ ഓൾറെഡി രജിസ്റ്റർ ആയതുകൊണ്ടാണ് അവിടെ പേര് കാണിക്കുന്നത്. അപ്പോൾ നിങ്ങളെ പേര്, ഡേറ്റ് ഓഫ് ബർത്ത്, മെയിൽ ID എല്ലാം കൊടുത്തിട്ട് നെക്സ്റ്റ് അടിക്കുമ്പോൾ മെയിലിലേക്ക് ഒരു OTP പോകും. ആ OTP അടിച്ചു കൊടുത്താൽ നിങ്ങൾക്ക് രജിസ്റ്റർ ആയി. അപ്പോൾ രജിസ്റ്റർ ആയിട്ട് നിങ്ങൾക്ക് നേരെ ഇതിലേക്ക് കളിക്കാം. അപ്പം അങ്ങനെയാണ് സംഭവം. അപ്പം എല്ലാം എളുപ്പത്തിലാവും, പെട്ടെന്നാണ്, വേറെ പണിയൊന്നുമില്ല. അപ്പം ഞാനിപ്പം ഗെയിമിലുണ്ട്. അപ്പോൾ നമുക്ക് ഇതിലേക്ക് ഫ്രണ്ടിനെ ഇപ്പം അവിടെ ഫ്രണ്ട്സ് എന്നുള്ളടുത്ത് 0 കാണിക്കുന്നുണ്ടാവും. അതായത് എൻ്റെ കയ്യിൽ ഫ്രണ്ട്സ് ഇപ്പോൾ ഇല്ല, വേറെ ആരും കളിക്കുന്നില്ല, അതുകൊണ്ടാണ് അങ്ങനെ കാണിക്കുന്നത്. നമുക്ക് ഇതിലേക്ക് ഫ്രണ്ടിനെ ആഡ് ആക്കുന്നത് കാണിച്ചത്. ഇപ്പം പ്ലസ് കണ്ട ഫ്രണ്ടിൻ്റെ, അത് ഞെക്കിയിട്ട് ഇവിടെ സെർച്ചിൽ നമുക്ക് ഫ്രണ്ടിൻ്റെ പേരെന്താണെന്ന് വെച്ചാൽ അത് അടിച്ചു കൊടുക്കുമ്പോഴത്തേക്കും അവിടെ സെർച്ച് ലിസ്റ്റിൽ വരും. അപ്പോൾ അവനെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നേരെ ആഡ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഞാനിപ്പോൾ മറ്റേ ഗെയിമിൽ എന്നെ കമ്പ്യൂട്ടറിൽ തന്നെ ആഡ് ആക്കി. അപ്പോൾ നമുക്കത് ഇപ്പുറത്ത് ഞെക്കി കഴിഞ്ഞാൽ കാണിക്കും. അപ്പം അതിലേക്ക് നമ്മൾ ഒരു ഇൻവൈറ്റ് കൊടുത്തിട്ട് ആ ചങ്ങായിനെ എടുക്കുന്നത്, അതായത് ഞാൻ തന്നെയാണ്. അപ്പം ഇൻവൈറ്റ് കൊടുത്തു. അപ്പോൾ അതിലേക്കും ആക്സെപ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു റിക്വസ്റ്റ് വന്നു. അപ്പം ഞാനത് ക്ലിക്ക് ചെയ്തിട്ടാകുമ്പം ഇതിപ്പോൾ ഫസ്റ്റ് വർക്കുന്നുണ്ട് ഇങ്ങനെ വരുന്നു, എല്ലാം കൊടുക്കുക. ഇതിൽ എനേബിൾ വോയിസ് ചാറ്റ് ഉണ്ട്, അത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് സംസാരിച്ച് കളിക്കാം. അതിൽ അങ്ങനെയുണ്ട് ഒരു പ്രത്യേകത. ഇതിലത്തെ വോയിസ് അത്ര ക്ലിയർ ആയിട്ട് എനിക്ക് അത്ര തോന്നുന്നൊന്നുമില്ല. നമുക്ക് വേണ്ടാത്തവർ ഓഡിയോയിൽ നേരെ പോയിട്ട് സെറ്റിങ്സിൽ ഓഡിയോയിൽ പോയിട്ട് പാർട്ടി വോയിസ് ചാറ്റ് പറഞ്ഞിട്ടുണ്ട്, അത് ഓഫാക്കി കൊടുത്തു കഴിഞ്ഞാൽ, അത് ഓഫാക്കിയിട്ട് ഡിസേബിൾ കൊടുത്തു കഴിഞ്ഞാൽ ആ വോളിയം അത് ഓഫായി. അപ്പം വേണ്ടവർക്ക് ഓണാക്കാം, വേണ്ടാത്തവർ ഓഫാക്കാം. ഇനിയിപ്പോൾ ഇങ്ങോട്ട് റിക്വസ്റ്റ് വരുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. അതിൽ നിന്ന് കൊടുക്കുമ്പോൾ കണ്ട ആക്സെപ്റ്റ് എന്ന് പറഞ്ഞിട്ട് മുകളിൽ വന്നിട്ട് അപ്പോൾ അത് ഞെക്കുമ്പോൾ എടുക്കും.
നമുക്കങ്ങനെ ഇതിൽ കളിക്കാൻ പറ്റും. ഈ ഒരു സ്ക്രീൻ ഫ്ലിക്കർ ആവുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ റെക്കോർഡ് ചെയ്യുമ്പം എൻ്റെ ഫോൺ പഴയതായതുകൊണ്ട് ആവുന്നില്ല. അപ്പോൾ ഇതിൽ എനിക്കിപ്പം സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്നില്ല. എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പുറത്തെ കമ്പ്യൂട്ടറാണ് ഇപ്പോൾ ലീഡർ, അപ്പം ഓനെ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഓൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ഞാനിവിടെ റെഡി കൊടുക്കാം. നമുക്ക് ഗെയിമിലേക്ക് കയറാം. സ്ക്രീൻ ഫ്ലിക്കർ ആയത് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഫോൺ 5 വർഷമായി, 5 വർഷം പഴക്കമില്ല സാധനമാണ് ഫോൺ. അപ്പോൾ ഈ 5 വർഷം പഴക്കമില്ലയിൽ റെക്കോർഡും കൂടി ഒന്ന് ചാക്കുന്ന സമയത്ത് ഫോൺ വലിയുന്നില്ല. അപ്പോൾ അങ്ങനെ ഫ്ലിക്കർ ആയതാണ് സ്ക്രീനിൻ്റെ. അപ്പോൾ നമ്മളിപ്പം ഒരു ഗെയിമിലേക്ക് കയറിയിട്ടുണ്ട്. ഇത് ഒരു 4 ഗെയിമോ അല്ലെങ്കിൽ 3 ഗെയിം ഉണ്ടാവും. 4 മാക്സ് ഇത് കറക്റ്റ് വരുന്നത്, 3 എണ്ണം പിന്നെ അങ്ങനെ മറ്റേ വരുന്നത്. ചില സമയത്ത് 4 എണ്ണം ഇല്ലാത്തടക്കം 3 എണ്ണം തീർക്കുമായിരിക്കും. അപ്പോൾ നമുക്ക് ഓടി പോവാം ജയിക്കാൻ. അയ്യോ VR ബോയ് വെയിറ്റിന് എടുത്തില്ല. ഇതിൽ നമുക്ക് ഒരാളെ കുഞ്ചിമ കയറ്റിയിട്ട് പോകാൻ പറ്റും. അപ്പോൾ ഇവനെ പിടിച്ചിട്ട് നമുക്ക് ബാക്കിൽ കയറ്റിയിട്ട് പോകാൻ പറ്റും. ഇവനെ ഹെൽപ്പ് കൊടുത്ത അയ്യോ ഇതിലേക്ക് കയറ്റേണ്ടത് നേരെ തിരിച്ച് അങ്ങോട്ട് കയറ്റി. ഇപ്പം ഞാൻ കമ്പ്യൂട്ടറിലാണ് കളിക്കുന്നത്, കണ്ട കമ്പ്യൂട്ടർ അതിൽ ഓടുമ്പം ഇവനെ എടുത്തിട്ട് ഓടും. നിങ്ങൾക്ക് നേരെ മാറ്റായത് ഹെൽപ്പ് കൊടുത്തിട്ട് നിങ്ങൾക്ക് അവിടെ കാണും ആ ചിത്രം മുളത്ത് ഞെക്കി കഴിഞ്ഞാൽ ഇങ്ങനെ മേലേക്ക് കയറ്റാൻ പറ്റും. ഓനും കൊടുക്കണം അതേപോലെ. ഇവനെ കയറ്റി ഇനി നമുക്ക് ഇവനെ കൊണ്ടുപോവാം. കാരണം രണ്ടും കൂടി ഞാനാണ് ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് മറ്റേനോ കളിക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ മേലെ കയറ്റി കൊണ്ടുപോകുന്നത്. ഇവിടുന്ന് ഇതിൻ്റെ മുകളിലേക്ക് കയറണം. മിസ്സായി. അപ്പോൾ നല്ല രസമാണ്. ഫ്രണ്ട്സിനെല്ലാം കയറ്റി പോകാം. നമ്മൾ ഓരോരുത്തരും മേലെ കയറ്റിട്ടെല്ലാം പോകും. ഒരടി അടിക്കുമ്പോൾ രണ്ടാളും 2 ഭാഗത്തേക്കെല്ലാം തെറിക്കും. അത് നല്ല രസമാണ്. അപ്പോൾ എല്ലാവരും ഒത്തൻ്റെ അടുക്ക് എത്തി. നമ്മുടെ കുറേ നേരം അങ്ങോട്ടും ഇങ്ങോട്ടും ചാടി കളിച്ചുകൊണ്ട് കുറച്ച് സമയം പെയ്തു. ജയിക്കാൻ കുറച്ചടുത്ത് തന്നെ ഉണ്ട് തോന്നുന്നു. അവിടെ കളി തീർന്നു. അപ്പം എലിമിനേറ്റ് ആയി. അപ്പോൾ അങ്ങനെ നിങ്ങൾ ഈ സമയത്ത് തന്നെ എക്സിറ്റ് അടിച്ചിട്ട് ഗെയിം നിൽക്കുക. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അടുത്ത ഗെയിം തുടങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എക്സിറ്റ് അടിക്കാൻ പറ്റില്ല. ഇനി പിന്നെ അടുത്ത ഗെയിം ലോഡായി കഴിഞ്ഞിട്ട് എത്തിയിട്ട് എക്സിറ്റ് അടിക്കണം. അത് കുറച്ച് ടൈം എടുക്കും. അപ്പോൾ അതിന് മുമ്പേ എക്സിറ്റ് അടിച്ചിട്ട് പെട്ടെന്ന് ചെയ്യാം. അപ്പം ഇത്രയെല്ലാമാണ് ഗെയിമിനെ കുറിച്ച് പറയാനില്ല. പിന്നെ നമുക്ക് കുറേ സംഭവങ്ങളെല്ലാം കിട്ടും. എല്ലാം റിവാർഡായിട്ട് എടുത്തിട്ട് സ്കിപ്പ് അടിച്ച് ബാക്ക് ചെയ്യാം. ഹോൾഡ് ചെയ്തേക്കാണ് ഇത് ഓരോന്ന് പ്ലേ ഗെയിം എന്നുള്ളത് ഹോൾഡ് ചെയ്താൽ നമുക്ക് ഡയറക്റ്റ് കളിക്കാൻ കയറാം, അല്ലെങ്കിൽ മറ്റേത് പുറത്തേക്ക് ചെയ്യാം. അപ്പോൾ ഈ ഗെയിമിനെ കുറിച്ചിട്ട് ഇത്ര പറയാനുള്ളൂ. ബാക്കിയെല്ലാം നിങ്ങൾ കളിച്ചിട്ട് എന്താണെന്ന് വെച്ചാൽ ചെയ്തോ. അപ്പോൾ കുറച്ച് ലെങ്തായി തോന്നുന്നില്ല, 7-7.5 മിനിറ്റായി. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ.